പോയാ കൂടി ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ ഞാൻ എന്താ ഒരു 8 മണിക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ എണീക്കുമ്പോൾ. വെക്കേഷനൊക്കെ തീരാറായില്ലേ, ഇനി തിമിർത്തിട്ടെൻ്റെ കാര്യം എന്ന് വിചാരിച്ചു കേട്ടോ. നീരവേ താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവനൊരു പില്ലോ വെച്ച് കൊടുത്തു കേട്ടോ അവൻ്റെ അരുത്ത്. ഇതൊക്കെ കണ്ടോ, ഒരു പ്രാണിയില്ലേ കോട്ടരുമ്മ എന്ന് പറഞ്ഞിട്ട്, കോട്ടരുമ്മ എന്ന് തന്നെയല്ല പറയുക, ആ സംഭവമാണ് കേട്ടോ. രാത്രി മുഴുവൻ എൻ്റെ മേത്തടിച്ചിട്ട് ഞാനിങ്ങനെ ടേബിളുമ്മ കൊണ്ടുവന്ന് വെച്ച് കൊല്ലുമായിരുന്നു കേട്ടോ. എന്തൊരു ശല്യമാണെന്നറിയോ, ഉടക്കൊന്നും ശരിയാവണില്ല. എപ്പോഴും മേത്ത് എവിടെയെങ്കിലുമൊക്കെ അരിക്കും. അതേപോലെ കെടുക്കണ സമയത്ത് നോക്കിയപ്പോൾ ചെവിയുടെ അരുത്ത് എനിക്ക് പേടിച്ചിട്ട്, ഉണ്ണിയുടെ ചെവിയിലേക്ക് പോകുമെന്ന് നോക്കി പേടിച്ചിട്ടേ, അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് ഉടങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എണീറ്റിട്ട് ടോർച്ചടിച്ച് ചെവിയുടെ അവിടെയും തലോണ തട്ടിക്കുടയിലൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ പണി. ഉണ്ണീനെ എണീപ്പിക്കാണ്ട് അവൻ അറിയാത്ത പോലെയാണ് ഇതൊക്കെ ചെയ്തിടുന്നത് കേട്ടോ. പിന്നെ ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും കൈമയും കാലുമേ അടിച്ചിട്ട്, ഞാനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാകുമ്പോൾ എണീക്കും കേട്ടോ. എന്തെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ ഫാൻ ഓഫ് ആവില്ലേ, അപ്പോൾ എണീക്കും. അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഉറക്കം അങ്ങനെ തട്ടി മറിഞ്ഞു പോകാറുണ്ട്. എന്തുണ്ടെങ്കിലും ഞാൻ അറിയും അങ്ങനെ. അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റണില്ല ഇപ്പോൾ മര്യാദയ്ക്ക്. ഇതിനെ ഇരുന്ന് കൊല്ലല്ലേ ഇനി എൻ്റെ പണി രാത്രി മുഴുവൻ. എനിക്കിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ് ഗൈസ്. പിന്നെ ഞാൻ എന്താ സാമ്പ്രാണി കത്തിച്ച് വെക്കുകയാണേ. ഇതിപ്പോൾ ഞാൻ നീരവനൊരു ഓട്ടോറിക്ഷ മേടിക്കാൻ വേണ്ടി ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പിൽ കയറിയപ്പോഴേ അവിടെ ആരോ മേടിക്കണുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കി, നല്ല മണം. അപ്പോൾ ഞാൻ മേടിച്ച് നോക്കിയതാണ്, നല്ല അടിപൊളിയാട്ടോ. പെർഫ്യൂം മാത്രമല്ല കേട്ടോ ഷോപ്പിൽ വിൽക്കണത്, എല്ലാം ഉണ്ട്. ഞാനൊരു മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ടോയ്സൊക്കെ തൂക്കിയിട്ടേക്കണ കട കണ്ടപ്പോൾ ഇവന് ഓട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ അവിടെ പെർഫ്യൂമും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഉള്ള കടയാണ്. അതേപോലെ കുറേ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് കൊതിയായിട്ട് മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഷെയ്ഡ് മാറ്റാൻ അറിയണില്ല എന്ന്. എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ് തന്നെയാണല്ലോ ഇതെന്ന് വെച്ചിട്ട് ഞാനും ഇപ്പം ഒന്നും മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ കണ്ടത് ഈ സാമ്പ്രാണിയാണ്. അപ്പോൾ ഇതൊന്ന് മേടിച്ച് നോക്കി. നല്ല എന്താ പറയുക, ഒരു അത്തറിൻ്റെയൊക്കെ ഒരു മണം കേട്ടോ. നല്ല ടേസ്റ്റേ മണമുണ്ട് കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഞാൻ അതൊക്കെ കത്തിച്ചിട്ട് വേഗം പല്ലൊക്കെ തേച്ചു. പിന്നെ അതാ മുറ്റത്ത് വന്നിങ്ങനെ ഭംഗി ആസ്വദിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റണത്. അതുകൊണ്ട് ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിൽ. എനിക്ക് ഇവിടുന്ന് പോകണതിൻ്റെ നല്ലൊരു വിഷമമുണ്ട്. രഞ്ജനേച്ചിയുടെയും മിനി ആൻറ്റിയുടെയും എല്ലാവരുടെ അടുത്തുനിന്ന് പോകുമ്പോൾ കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്നിട്ട് അതൊക്കെ ആലോചിച്ചിട്ട് ഇവിടെ വന്നത് ആ നീരവനൊക്കെ ഇങ്ങനെ നീരവ് എണീറ്റു. അവ ഇങ്ങനെ കരഞ്ഞിട്ട് എണീറ്റത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചപ്പോൾ വയറുമ്മ വേദന, അടിവയറ്റിലൊക്കെ വേദനയാണ്. ഇന്നലെ ഞാൻ കടലയാണ് കേട്ടോ കറി കൊടുത്തത്, കടലുപ്പേരി. അപ്പോൾ ഒന്നാമത് അവന് ഈ കടലൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഗ്യാസ് കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ കൊടുക്കാണ്ടായി കഴിഞ്ഞാൽ കുട്ടിക്ക് തീരെ പറ്റാണ്ടാവില്ല വെച്ചിട്ട് ഞാൻ ഒന്ന് കൊടുത്തു നോക്കി വീണ്ടും. പക്ഷേ പറ്റണില്ല കേട്ടോ, ഭയങ്കര വേദന തന്നെയായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ മാറുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അടിവയറ്റിലൊക്കെ വേദനയുണ്ട്. പോരാത്തതിന് ചുമ നിൽക്കണേ ഇല്ല കേട്ടോ, നല്ലോണം ചുമക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാകെ ടെൻഷൻ. എനിക്കാണെങ്കിൽ ഈ ഒരു ഇതിൽ വെള്ളയപ്പത്തിൻ്റെ പൊടി ഇതൊരു 3/4 മണിക്കൂർ വേണം മിക്സ് ചെയ്ത് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടല്ലേ നമുക്ക് ബാക്കി കാര്യത്തിന് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത്രയും സമയം പൂലി വെച്ചിട്ട് ഞാൻ ഓടി വന്ന് ഇത് ചെയ്തു. പിന്നെ അവന് കുറച്ച് കട്ടൻ ചായ തിളപ്പിച്ച് കൊടുക്കുക. ചൂടുള്ള ചായ കുടിച്ച് കഴിഞ്ഞാൽ വയറുവേദന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവൻ കുടിച്ചിട്ട് അവനൊരു കുറവില്ലാത്ത പോലെ തോന്നി. എനിക്ക് ആകെ വിഷമമായിട്ടോ. എന്നിട്ട് ഞാൻ എടുത്തു. എനിക്ക് പൊന്തണമൊന്നുമില്ല കേട്ടോ, എന്നാലും ഞാൻ എടുത്തു. ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുത്തപ്പോൾ കയ്യിൽ നിന്ന് വീഴാൻ പോയിട്ടോ. പിന്നെ ഞാൻ ഫോണൊക്കെ അവിടെ വെച്ച് കുറച്ച് നേരം കൊഞ്ചിച്ച്, പിന്നെ നമുക്ക് ഒരു 9 മണിക്ക് ആകുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ ഇവിടെ കൊണ്ടുവന്ന് കെടുത്തിട്ടോ. നെഗൊന്നും വെട്ടിയിട്ടുണ്ടായിരുന്നില്ല, നെഗൊക്കെ വല്ലാണ്ടായിക്കണം. ഒരാഴ്ചയോട് എന്ത് പെട്ടെന്നാണ് നെഗൊക്കെ വളരണേന്നറിയോ. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടിക്കൊടുത്ത് വൃത്തിയാക്കുകയാണേ. അങ്ങനെ കുറച്ച് നേരം നഖം വെട്ടലും കൈമത്തിയും കാലുമത്തിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയ്ക്ക് ഓടിയിട്ടോ. ഗ്യാസ് കയറില്ല ഇനിയവന്, അപ്പോൾ ചുമ കൂടും. അപ്പോൾ ഞാൻ വേഗം വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ശരിയായിട്ടൊന്നുമില്ലടോ. ഞാൻ മാവേലിക്ക് പോയപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇത് അടിപൊളിയാണ്, ക്വാളിറ്റിയുടെയാണ് കേട്ടോ പ്രാവശ്യം മേടിച്ചത്. അതിൻ്റെ വെള്ളയപ്പം മിക്സ് സൂപ്പറാണ്, പെട്ടെന്ന് പൊന്തി വരും. പക്ഷേ ഇപ്പോഴും ഒരു മയം വന്നിട്ടില്ല. എനിക്ക് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊരു വെള്ളയപ്പത്തിൻ്റെ ഒന്നും ഒരു ഭംഗി കിട്ടണില്ലാന്ന്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇനി ഞാൻ മേടിക്കില്ല. അങ്ങനെയൊക്കെ ഞാൻ മാവേലിക്ക് ഇപ്രാവശ്യം പോയപ്പോഴാണ് അറിഞ്ഞത് പച്ചരി കിട്ടുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പച്ചരിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് പൊടിച്ച് വറക്കണം എന്നൊക്കെ അപ്പോൾ വിചാരിക്കണം കേട്ടോ. പിന്നെ ഞാൻ അങ്ങനത്തെ മിക്സൊന്നും ഇനി മേടിക്കില്ല എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഫ്ലോപ്പ് ആവണം. ഓരോരോ കമ്പനികൾ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടും ശരിയാവണമെന്നില്ല കേട്ടോ.
പിന്നെ തേങ്ങ കുറച്ചിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളയപ്പത്തിൻ്റെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാമെന്ന്. പണ്ട് അമ്മ എപ്പോഴും ഇങ്ങനെയാണ് തരാറ്. എനിക്ക് അതൊക്കെ ഓർമ്മ വന്നപ്പോൾ തേങ്ങ ഇരിക്കുന്നുണ്ടല്ലോ, അന്ന് ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ്. അപ്പോൾ അതിനി പെട്ടെന്ന് എടുത്തിട്ടില്ലെങ്കിൽ കേടായി പോവും. കേടായി പോകുന്നല്ല, ഞാൻ ഫ്രീസറിലല്ല വെക്കണത്, താഴെ ഇറക്കി വെക്കുക. കാരണം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലേ കുറേ മുന്നേ എടുത്ത് ഇറക്കി വെക്കണം. ഞാൻ ചില സമയത്ത് മറന്നു പോകും. അപ്പോൾ ഞാൻ എടുക്കുക എളുപ്പത്തിന് താഴെ വെക്കണം. ഇനിയിപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഫ്രീസറിൽ വേറൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, ചെയ്യണം, ഇപ്പോഴാണ് ആലോചിച്ചത്. തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊണ്ടാവും. വെള്ളയപ്പത്തിന് ഒരു ഹോള് പോലും ഇല്ല കേട്ടോ. അത് കാണാൻ ഒരു ഭംഗിയില്ലാന്നേ. ടേസ്റ്റ് ഉണ്ടാണെന്നോ അല്ല, കട്ടിയിൽ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് കഴിക്കാൻ പറ്റി. ആ ഉള്ളിലത്തെ കട്ടിയുള്ള ഭാഗം ഞാൻ കഴിച്ചു. ബാക്കി ആ ലൂസായിരിക്കണ ഭാഗങ്ങളില്ലേ, അതൊക്കെ നീരവനും കൊടുത്തു കേട്ടോ. വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നീരവൻ ആദ്യം കുളിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടിട്ട് പിന്നെ ഞാൻ കുളിച്ച് വന്നിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കണത്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് ഹോമിയോ ഇല്ലേ, അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ അവനോട് അതൊക്കെയാണ് പറയുന്നത്. കാരണം അവന് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ മൂത്രമൊഴിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചൂടൊക്കെ അല്ലേ, അപ്പം എന്തെങ്കിലും യൂറിൻ ഇൻഫെക്ഷൻ എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് മൂത്രച്ചൂട്, മൂത്രക്കടച്ചിലില്ലേ, അതൊക്കെയാന്നാ. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവന് പണ്ട് എപ്പോഴും എല്ലാ വർഷവും ഈ വേനൽക്കാലത്ത് ഇങ്ങനെ വരാറുണ്ട്, എന്താ പറയുക, യൂറിൻ ഇൻഫെക്ഷൻ. അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ച് കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോയി. അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. പറയുമ്പോൾ 31 കേട്ടോ ടോക്കൺ നമ്പർ. പക്ഷേ ഭയങ്കര സ്ലോ ആയിരുന്നു ടോക്കൺ നമ്പർ വിളിക്കുമ്പോൾ. അതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ അങ്ങനെ നടന്നു കേട്ടോ. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് അക്ഷയയിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു പേപ്പർ നേരെയാക്കാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാൻ നീരവനെ വീട്ടിലാക്കി. കാരണം അവൻ പറഞ്ഞു ഞാൻ വരണില്ല, അവനറിയാം അക്ഷയയ്ക്ക് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ആവുന്നേ. അങ്ങനെ അവിടെ പോയിട്ട് കാര്യം നടന്നില്ല കേട്ടോ. സൈറ്റ് ഓപ്പൺ ആവണില്ല പറഞ്ഞ് ഞാൻ വരണ വഴിക്ക് നീരവന് കുറച്ച് പലഹാരം മേടിച്ചു. പിന്നെ 2 ദിവസം മുന്നേ അങ്ങോട്ട് ലൈവിൽ വന്നപ്പോൾ ഒരു ബുബുലു ആൻറ്റിയും പിന്നെ നീതും, എനിക്ക് ഇന്നലെ പേര് കിട്ടിയിരുന്നില്ല കേട്ടോ. ഇവർ രണ്ടാളുമാണ് എന്നോട് ഉണക്കമീൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയാറ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കേട്ടപ്പോഴേ എനിക്ക് മീൻ മേടിക്കാൻ വല്ലാത്ത ആഗ്രഹം. ഉണക്കമാന്തൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പണ്ട് അമ്മയാണ് കേട്ടോ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇങ്ങനെ പൊതിയായിട്ട് കൊണ്ടുവരാറ്. എന്നിട്ട് അത് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ അപ്പോൾ ബിസ്ക്കറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും ബിസ്ക്കറ്റ് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളാട്ടോ മേടിച്ചത്. അപ്പുറത്തെ പണി നടക്കണ്ടതിൻ്റെ പടപടോ സൗണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു തക്കാളി മുറുക്ക് എന്ന് പറയില്ലേ, അത് ക്രീം പെന്ന്. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട ബജ്ജി. അപ്പോൾ അതും കൂടെ മേടിച്ചിട്ടുണ്ട്. നീരവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ട ബജ്ജി. എനിക്ക് മുളക് ബജ്ജിയാണ് ഇഷ്ടം, സനേഷാന് പഴംപൊരി ഇഷ്ടം, നീരവന് മുട്ട ബജ്ജി ഇഷ്ടം കേട്ടോ. അങ്ങനെ 3 പേർക്കും 3 ചോയ്സാണ് ഗൈസ്. എന്നാലും ഞങ്ങൾ 3 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ കഴിക്കുന്നതിനും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എപ്പോഴാട്ടോ മുട്ട ബജ്ജി കഴിക്കണം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറൊരു ഷോപ്പിൽ നിന്നാണ്, അതുകൊണ്ട് വേറൊരു ടേസ്റ്റ്. അങ്ങനെ മറ്റത് ഞങ്ങൾ എണ്ണക്കടികൾ വിൽക്കില്ലേ, അവിടെ നിന്നാണ് മേടിക്കാറ്. അവിടെ ആകുമ്പോൾ വേറെ ടേസ്റ്റ്, ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ആകുമ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ പാത്രങ്ങൾ രാവിലത്തെ ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ജാറും കാര്യങ്ങളൊന്നും. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരാളെ കൊണ്ട് പറ്റേണ്ട കൈസ് എല്ലാം ഞാൻ തന്നെ ചെയ്യണം. നമുക്ക് രാവിലെ എൻ്റെ കുട്ടിക്ക് വയ്യ, അപ്പോൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകുക. അത് കഴിഞ്ഞ് വീട്ടിലെ പണികൾ, അതിൻ്റെ ഇടയിൽ ഓരോ പേപ്പർ ഇത് ശരിയാക്കാൻ നടക്കൽ, എല്ലാ കാര്യവും ഒരേപോലെ നടക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് വെള്ളം കൊടുക്കൽ കുറഞ്ഞു. അതാണ് ഇപ്പം ഉണ്ടായത് കേട്ടോ. അതാണ് ഇപ്പോൾ മൂത്രക്കടച്ചിൽ വരാൻ കാരണം. ഒരു കുപ്പി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീർക്കും. പിന്നെ ആ കുപ്പി വീണ്ടും ഫില്ല് ചെയ്ത് വെക്കാൻ ഞാൻ മറന്നു പോവുകയാണ്, ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നു. എനിക്കതുകൊണ്ട് നല്ല വിഷമമുണ്ട്. അപ്പം ഒന്ന് മുഴുവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ വേദന വരുന്നുണ്ട് എന്ന്. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, മാറും. പിന്നെ ഹോമിയോ ഗുളിക ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് മാറി കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉച്ചയ്ക്കുള്ള കറിയാണ് കേട്ടോ. മത്തങ്ങയും പയറും കൂടിയിട്ട് എലിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാന്തൾ വറുക്കണം, പിന്നെ ക്യാബേജ് ഉപ്പേരി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പം ഞാൻ ഈ പണി പകുതി തീർത്തിട്ട് ചാർജ് ചെയ്യാൻ വെച്ചു. പിന്നെ എനിക്ക് കുറേ തുണികൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ തൊട്ട് കഴുകാൻ തുടങ്ങിയതാ. തുണികൾ തീരെ ഇല്ലാണ്ടായപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ. ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ മറന്നും പോകുന്നുണ്ടേ. അങ്ങനെ ഫോൺ ചാർജിലിട്ടിട്ട് അതും വിരിച്ചിടാൻ പോയി. അതിന് മുന്നേ ഇത് കുക്കറിൽ വെച്ചു, ചൂട് വെച്ചിട്ടാണെന്നില്ല അത്. പിന്നെ ക്യാബേജ് ഉപ്പേരി വയ്ക്കാനുള്ളത് കട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ പിന്നെ പറയാം കേട്ടോ ഗൈസ്. എന്തായാലും ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തരാം.
നമ്മൾ ഓരോരുത്തരോട് നമ്മൾ പരിചയമുള്ളവരല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഒരുമാതിരി മര്യാദയില്ലാത്തൊരു പെരുമാറ്റമുള്ള കുറച്ച് ടീമുകളുണ്ട് കേട്ടോ. ഞാൻ എന്താണെന്നൊക്കെ പിന്നെ പറഞ്ഞു തരാം. എനിക്കിങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല താനും. എന്തായാലും നമുക്ക് കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.